ശ്രീ സാദിഖ് നോക്കൂ, കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കാര്യമാണ് ഞാൻ ആവർത്തിച്ച കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ റജിയോട് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ക്യാമ്പസിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ രാഷ്ട്രീയ പിന്തുണയുണ്ട് എന്നുള്ളതാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പിന്തുണ നൽകിയത് അത് KSU ആണ്. KSUവിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും പിടിയിലായ, പിന്നീട് നിയമപരമായി തന്നെ നടപടികൾ നേരിട്ട കേസാണ്. SFIയുടെ ചില ആളുകൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. അന്ന് SFIയുടെ നേതൃത്വമടക്കം ആ വിഷയത്തിൽ നടത്തിയ പ്രതികരണവും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോഴും നോക്കൂ, കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത് ഈ വിഷയത്തിൽ? SFI ജാഗ്രത കുറവ് SFIക്ക് ഉണ്ടായി, സർക്കാരിനുണ്ടായി. അങ്ങനെ ആര് ലഹരി ഉപയോഗിച്ചാലും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ SFIയുടെ മുകളിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതൊരു ചർച്ചയിലും SFI ഉയർത്താറുള്ള ഒരു വാദം, ക്യാമ്പസുകളിൽ പുതിയ തലമുറയ്ക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വളരെ വ്യാപകമായ നിലയിൽ വർദ്ധിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമേകുന്ന അനേകം സംഭവ വികാസങ്ങൾ സമീപ കാലഘട്ടങ്ങളിൽ ഉണ്ടായി, അനേകം അറസ്റ്റുകൾ ഉണ്ടായി. നമ്മുടെ പൊതുസമൂഹവും മാധ്യമങ്ങളുമെല്ലാം ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൽ പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം, ലഹരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കേസുകളിൽ SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകനോ അനുഭാവിയോ ഏതെങ്കിലും നിലയിൽ ഭാഗമായാൽ കേരളത്തിലെ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഒന്നടങ്കം കഞ്ചാവിൻ്റെ ഡീലർമാരാണെന്നും ലഹരിയുടെ പ്രോത്സാഹകരാണെന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി വർദ്ധിക്കാൻ കാരണമാകുന്നത് SFIയുടെ സ്വാധീനമാണെന്നും അതുകൊണ്ട് ക്യാമ്പസുകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ ഉന്മൂലനം ചെയ്യുന്നതിനും ലഹരിയുടെ വ്യാപനം തടയുന്നതിനുമുള്ള ഏക പോംവഴി SFIയുടെ നിരോധനമാണ് എന്നുമുള്ള ഒരു നരേറ്റീവ് ബോധപൂർവം സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഈ നരേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിലെ വലതുപക്ഷ പാർട്ടികൾക്ക്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെല്ലാം വലിയ പങ്കുണ്ട്. അവരെല്ലാം തന്നെ വളരെ വ്യാപകമായി ഇത്തരം ഒരു നരേഷൻ സൃഷ്ടിക്കുകയാണ്. SFIക്കാരെല്ലാം കഞ്ചാവിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപഭോക്താക്കളും അതിൻ്റെ ഡീലർമാരുമാണ് എന്നുള്ളത്. എന്നാൽ ഇന്ന് പുറത്തു വന്ന വാർത്ത ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ക്യാമ്പസുകളിലെ ലഹരി ഉപഭോക്താക്കളിൽ അല്ലെങ്കിൽ അതിൻ്റെ വിതരണക്കാരിൽ, വിൽപ്പനക്കാരിൽ പ്രധാന കണ്ണിയായി KSUവിൻ്റെ മുഖ്യ ചുമതലക്കാരും പ്രവർത്തകരും നേതാക്കളും അടങ്ങുന്നു എന്നുള്ള വസ്തുതയാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചർച്ചയിൽ എന്തുകൊണ്ടാണ് KSUവിൻ്റെ പ്രതിനിധി ഇന്ന് പങ്കെടുക്കാത്തത്? ഈ കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്ന ആദ്യ ദിവസം തന്നെ, ആദ്യഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം SFIയുടെ മേലെ പഴിചാരാൻ വന്ന ഘട്ടത്തിൽ SFI ആണ് ഈ ക്യാമ്പസിൽ ലഹരി വിതരണം നടത്താൻ മുൻകൈയെടുത്തത് എന്നുള്ളൊരു വാർത്ത സൃഷ്ടിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ ചാനലുകളിലും അന്തിച്ചർച്ച ഇതായിരുന്നല്ലോ. ഈ ചർച്ചകളിലെല്ലാം പ്രധാന പാനലിസ്റ്റുകളായി പങ്കെടുത്തത് KSUവിൻ്റെ നേതാക്കളായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഈ കേസിൽ ഉൾപ്പെട്ട KSUവിൻ്റെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ KSUവിൻ്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാന ലീഡർഷിപ്പ് ഇതിൽ പങ്കാളികളാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുമ്പോൾ ഈ ചർച്ച നടത്താനേ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അവർ വളരെ ബോധപൂർവം ഈ സംഭവത്തെ മറക്കാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലൊരു ചർച്ച വരുമ്പോൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സാദിഖ് ചോദിച്ച എന്തുകൊണ്ട് KSU അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഇല്ല എന്നുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് അവരെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ KSU നേതാക്കൾക്കെതിരെ ക്യാമ്പസ് നടപടി സ്വീകരിച്ചു എന്ന വാർത്തയിൽ അവർ ചർച്ചയ്ക്ക് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധികളെ വിടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്തത്. സാദിഖിന് തുടരാം. അതാണ് ഇവരുടെ പ്രശ്നമേ. ഇവർ ഓരോ കേസിൽ പ്രതിയാക്കപ്പെടുമ്പോൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചയ്ക്ക് ഈ പാവം റജിയെ പോലെയുള്ള കോൺഗ്രസ് അനുഭാവികൾ, സഹയാത്രികർ എന്നൊക്കെ പറയുന്ന ആളുകളെ വിടും. ഞാൻ മുമ്പ് അദ്ദേഹത്തോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. KSUക്കാർ പ്രശ്നത്തിൽപ്പെട്ടാൽ, KSUക്കാർക്കെതിരെ ആരോപണം നേരിട്ടാൽ പിന്നെ KSUവിൽ ഒരു നേതാവും ചർച്ചയ്ക്കില്ല. SFIക്കെതിരായി എന്തെങ്കിലും തുമ്പോ പാലോ വെച്ച് വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടാൽ ഇവർക്ക് ഭയങ്കര ആഘോഷരാവാണ്. പക്ഷേ ഇത്തരം ഒരു ഘട്ടം വന്നാൽ KSUവിനെ ന്യായീകരിക്കാൻ വേണ്ടി റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള, സമൂഹത്തിൽ മാന്യതയൊക്കെയുള്ള, നേരത്തെ വലിയ സർവീസ് രംഗത്തെല്ലാം പ്രവർത്തിച്ച് പരിചയമുള്ള മാന്യന്മാരെ വിടും. എന്നിട്ട് അവർ SFIക്ക് ഒരു സ്റ്റഡി ക്ലാസ് ഒക്കെ തന്ന് SFI ആണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് പറയും.
അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ അനുഭാവിയായിട്ടുള്ള സഹയാത്രികനായിട്ടുള്ള കോൺഗ്രസിന്റെ സുഹൃത്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കുറെ കഥകളൊക്കെ പറയും നല്ല ശുദ്ധമായ ഭാഷയിൽ. കാസർഗോഡ് ടീച്ചർ പറഞ്ഞു SFIക്കാർ കഞ്ചാവിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് തനിക്കെതിരെ തിരിഞ്ഞത്. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്? കാസർകോട്ടെ സംഭവം കേരളം വളരെയധികം ചർച്ച ചെയ്തല്ലേ? വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനം സ്വീകരിച്ച ഒരു അധ്യാപികയല്ലേ? എന്നാൽ നാം ഇതിന്റെ ഒരു മറുവശം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ എല്ലാ KSUക്കാരും കഞ്ചാവാണ് എന്നുള്ള അഭിപ്രായമൊന്നും SFIക്ക് ഇല്ല കേട്ടോ. പക്ഷേ കഞ്ചാവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളിൽ അനേകം KSUവിന്റെ നേതാക്കൾ പ്രതികളാക്കപ്പെടുന്നു എന്നുള്ളതാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ KSU നേതാവ് വോട്ടെടുപ്പ് ദിവസം വരുന്ന സമയത്ത് പോലീസ് പിടികൂടിയപ്പോൾ കയ്യിൽ കഞ്ചാവാണ്. ഇടുക്കിയിലെ KSUവിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ പിടികൂടി, അദ്ദേഹത്തിന്റെ കയ്യിൽ ലോഡ് കണക്കിന് കഞ്ചാവാണ്. ഇത്ര സംഭവങ്ങൾ അനേകം നമ്മൾ ചർച്ച ചെയ്തു. ഈ കഞ്ചാവ് മാത്രമല്ല കേട്ടോ, KSUവിന്റെ ക്യാമ്പ് നടന്നു കഴിഞ്ഞാൽ നെയ്യാർ ഡാമിൽ ക്യാമ്പ് നടന്നപ്പോൾ പരസ്പരം മദ്യപാനം നടത്തി KSUവിന്റെ നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് അടിയാണ്. തകർതാളം നല്ല തകർതാളം എന്ന് പറഞ്ഞ് പാട്ടും വെച്ച് KSUവിന്റെ നേതാക്കന്മാർ പരസ്പരം തല്ലുകൂടുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ശ്രീ VD സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ K സുധാകരൻ, അവർ ഈ KSUവിന്റെ നേതാക്കളെ തിരുത്തണ്ടേ? നിങ്ങൾ ഇത്തരം പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയണ്ടേ, ഉപദേശിക്കണ്ടേ? എന്നാൽ ഇവർ ചെയ്യുന്ന എന്താ? ഇവർ SFIയെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. SFIയുടെ വളർച്ചയിൽ അസൂയമുണ്ട്. SFIയെ പിരിച്ചുവിടാൻ വേണ്ടി നടക്കുന്ന KSUവിന്റെ തലതൊട്ടപ്പന്മാരായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അവരെ തിരുത്താൻ വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ കൃത്യമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ വളർന്നു വരുന്ന ഇത്തരം ലഹരി ഉൾപ്പെടെയുള്ള പ്രവണതകളെ നാം ചർച്ച ചെയ്യണം. അതിൽ ഏകപക്ഷീയമായി SFI വിരുദ്ധമായ ഒരു നരേഷൻ സൃഷ്ടിക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷ സംഘടനകളുടെയും ശ്രമത്തെ നമ്മൾ തിരിച്ചറിയണം. ക്യാമ്പസിൽ നടക്കുന്ന ഇത്തരം ലഹരിയുടെ ഉപഭോഗത്തിനെതിരായ ബോധവൽക്കരണ പ്രക്രിയയിലും ക്യാമ്പയിനിലും അതേപോലെ തന്നെ അതിനെതിരായ പൊതുസമൂഹത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള എല്ലാതരം പ്രക്രിയയിലും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ച് നിൽക്കണം. SFIയും മറ്റ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ച് നിന്ന് അരാഷ്ട്രീയതയും ലഹരിയും സൃഷ്ടിക്കുന്ന പുതിയ കാല പ്രവണതകൾക്കെതിരായി അതിശക്തമായ നിലയിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട്. ശരി, ഞാൻ മടങ്ങി വരാം.